കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ. റോഡിലൂടെ നടക്കുമ്പോൾ ചോക്ലേറ്റ് കഴിക്കാനുള്ള ആഗ്രഹം കാരണം നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങിയെന്ന് കരുതുക. ഇനി ആ റാപ്പർ നിങ്ങൾ എന്തു ചെയ്യും? ഒരു മാലിന്യം ബിൻ കണ്ടെത്തുന്നതുവരെ നിങ്ങളത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കുമോ, അതോ റോഡിൽ വലിച്ചെറിയുമോ? ആദ്യത്തെ ഓപ്ഷൻ അത് ഉപേക്ഷിക്കാനുള്ള ശരിയായ മാർഗമാണെങ്കിലും നമ്മളിൽ പലരും റാപ്പർ റോഡിൽ വലിച്ചെറിയുന്നത് പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും ഒരേ രീതിയിൽ പെരുമാറുകയും നമ്മുടെ ചുറ്റുപാടുകൾ ഒരു വലിയ മാലിന്യ കൂമ്പാരമായി മാറുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമസ്കാരം. ഇന്ന് ലോക റേഡിയോ ദിനം. ഇന്ന് റേഡിയോ ടോക്കിലൂടെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിനായി ഞങ്ങൾ ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് 5th സെമസ്റ്റർ വിദ്യാർത്ഥിനികളായ നിധി തോമസ്, മരിയ ആന്റണി നിങ്ങളോടൊപ്പം ചേരുന്നു. മനുഷ്യനും പരിസ്ഥിതിക്കും പരമാവധി ഉപദ്രവരഹിതമായി മാലിന്യങ്ങൾ അഥവാ പാഴ്വസ്തുക്കളുടെ ശേഖരണം, വിനിമയം, സംസ്കരണം, മേൽനോട്ടം നടത്തൽ, നീക്കം ചെയ്യൽ, പുനരുപയോഗം അല്ലെങ്കിൽ നശിപ്പിക്കൽ എന്നിവയും അവയെ യഥാവിധി കൈകാര്യം ചെയ്യുന്നതും ആണ് പാഴ്വസ്തു കൈകാര്യം അഥവാ മാലിന്യ സംസ്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനുഷ്യൻ്റെ പ്രവർത്തന ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ടാണ് പാഴ്വസ്തു കൈകാര്യം അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാറ്. മനുഷ്യൻ്റെ ആരോഗ്യത്തെയും അവൻ്റെ പരിസ്ഥിതിയെയും അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കുറയ്ക്കുകയും എന്നതും പാഴ്വസ്തു കൈകാര്യത്തിൻ്റെ ഭാഗമാണ്. കൂടാതെ പാഴ്വസ്തുക്കളിൽ നിന്ന് ഉപയോഗപ്രദമായത് വീണ്ടെടുക്കുക എന്നതും പാഴ്വസ്തു കൈകാര്യം ചെയ്യുന്നതിൻ്റെ കീഴിൽ വരുന്നു. ഏതൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്? ഖരം, ദ്രാവകം, വാതകം, റേഡിയോ ആക്റ്റീവ് സംയുക്തങ്ങൾ എന്നീ വിവിധ രീതിയിലുള്ള മാലിന്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഖരമാലിന്യം എന്നാൽ എന്താണ്? ഗാർഹിക മാലിന്യത്തിൽ ഉൾപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ചാരം, ഭക്ഷണം പൊതിയാനും മറ്റും ഉപയോഗിക്കുന്ന സാമഗ്രികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ദുരിതാശ്വാസത്തിനായി അടിയന്തരത്തിനായി വിതരണം ചെയ്യുന്ന സാമഗ്രികളിൽ ഉൾപ്പെടുന്ന മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കൾ, മാലിന്യത്തോടൊപ്പം കലരുന്ന മലം, സുഗമമായ ഗതാഗതത്തിനും ആശയവിനിമയത്തിനും തടസ്സമാകും വിധത്തിൽ പ്രളയം മൂലം അടിഞ്ഞുകൂടുന്ന ചരൽ, മണ്ണ്, ചെളി മുതലായവയാണ് ഇവിടെ ഖരമാലിന്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാർഹിക തലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? അവ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം? ചവറ്റുവീപ്പുകൾ സ്ഥാപിക്കുക. ജൈവം, പ്ലാസ്റ്റിക്, സാനിറ്ററി, കടലാസ് എന്നിങ്ങനെ 4 തരം മാലിന്യം സംഭരിക്കുന്നതിനായി വെവ്വേറെ ചവറ്റുവീപ്പുകൾ സ്ഥാപിക്കുക. കിണറിൻ്റെ റിങ്ങുകൾ, കട്ടിയുള്ള ചക്കുകൾ മുതലായി തദ്ദേശീയമായ ലഭ്യമായ ഉപാധികൾ ഉപയോഗിച്ച് വീപ്പുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇനി ചവറ്റുകുഴിയിലുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം എങ്ങനെ ചെയ്യാം? ജൈവ അവശിഷ്ടങ്ങൾ നിർജീവമാക്കാൻ കുഴിയെടുത്ത് അതിൽ നിക്ഷേപിക്കുക. എന്നാൽ ഇത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന മീഥേൻ വാതകം ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചവറ്റുകുഴി ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഏകദേശം 10 മീറ്ററും ജലസ്രോതസ്സിൽ നിന്ന് 15 മീറ്ററിലധികവും അകലെയായിരിക്കണം. കുഴി ജലനിരപ്പിനേക്കാൾ ഏകദേശം 1.5 മീറ്റർ ഉയരത്തിലായിരിക്കണം. മാലിന്യം ഉപരിതലത്തിൽ തൊട്ടു മുകളിൽ എത്തുമ്പോൾ അത് നന്നായി അമർത്തുകയും മണ്ണുകൊണ്ട് മൂടുകയും ചെയ്യുക. മറ്റൊരു സ്ഥലത്ത് സമാനമായ രീതിയിൽ ഇതേ പ്രക്രിയ ആവർത്തിക്കുക. എങ്ങനെയാണ് സാനിറ്ററി പാഡുകൾ, ഡയപ്പറുകൾ മുതലായവ നിർമ്മാർജ്ജനം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാമോ? സാനിറ്ററി പാഡുകൾ, ഡയപ്പറുകൾ മുതലായവ നിർമ്മാർജ്ജനം ചെയ്യുന്നത് 1/2 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ അളവിലുള്ള ഒരു കുഴി കുഴിക്കണം. ഉണങ്ങിയ തടി അല്ലെങ്കിൽ മണ്ണെണ്ണ അല്ലെങ്കിൽ ഇന്ധനം എന്നിവ കത്തിക്കുന്നതിനായി ഉപയോഗിക്കാം. കത്തിക്കുമ്പോൾ തീയുമായി നേരിട്ട് ബന്ധം വരാതിരിക്കാനുള്ള സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കണം. മാലിന്യം കത്തിക്കുമ്പോൾ ഉണ്ടാകാവുന്ന പുക ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പടരാതിരിക്കാൻ സൂക്ഷിക്കണം. അല്ലാത്ത പക്ഷം അലർജിയുള്ള വ്യക്തികൾക്ക് ഇത് ദോഷകരമാകാൻ ഇടയുണ്ട്. മാലിന്യ സംസ്കരണത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? വെല്ലുവിളികൾ എന്തൊക്കെയാണ്? മാലിന്യ സംസ്കരണത്തിൻ്റെ ഗുണങ്ങളും വെല്ലുവിളികളും. ശരിയായ മാലിന്യ സംസ്കരണത്തിലൂടെ പരിസ്ഥിതിയിലെ മലിനീകരണം കുറയ്ക്കാനും മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാനും കഴിയും. ആളുകൾ പുനരുപയോഗത്തിനും
മുൻഗണന നൽകുന്നതോടെ മാലിന്യ ഉൽപ്പാദനത്തിനും കുറവുണ്ടാകും. മാലിന്യ സംസ്കരണത്തിന് നേരിടുന്ന പ്രധാന വെല്ലുവിളി ശരിയായ സൗകര്യങ്ങളുടെ അഭാവമോ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള നടപടികളുടെ അഭാവമോ ആണ്. വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വ്യത്യസ്ത തരം മാലിന്യങ്ങൾ ഉള്ളതിനാൽ അവയെ വേർതിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, വ്യവസായങ്ങൾ എല്ലായിടത്തും മാലിന്യം നിക്ഷേപിക്കുന്നത് തുടരുകയും ജനങ്ങളും പരിസ്ഥിതിയും അതിൻ്റെ അനന്തരഫലങ്ങൾ നേരിടുകയും ചെയ്യുന്നതിനാൽ മാലിന്യം ഒരിക്കലും കുറയ്ക്കുന്നില്ല. മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നന്നായി ചിട്ടപ്പെടുത്തിയ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ ഇനി പറയുന്ന പ്രധാന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. ഒന്നാമതായി, മാലിന്യ ഉൽപ്പാദനം. ശേഖരിക്കുന്ന വസ്തുക്കളെ മാലിന്യ വസ്തുക്കളായി തിരിച്ചറിയുന്ന പ്രാരംഭഘട്ടം. രണ്ടാമതായി, മാലിന്യ സംഭരണം. മാലിന്യങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കൽ, അതേസമയം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതുവരെ ശരിയായ സംഭരണ സംവിധാനങ്ങളിൽ സൂക്ഷിക്കുക. മലിനീകരണം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണിത്. മൂന്നാമതായി, മാലിന്യ ശേഖരണം. മാലിന്യം പരമാവധി കുറയ്ക്കുന്നതിന് സമയബന്ധിതമായി മാലിന്യം ശേഖരിക്കുന്ന പ്രക്രിയ മാലിന്യം ശേഖരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായി, മാലിന്യ ഗതാഗതം. ശേഖരിച്ച ശേഷം മാലിന്യങ്ങൾ സംസ്കരണത്തിനോ സംസ്കരണ സൗകര്യത്തിനോ കൊണ്ടുപോകുന്നു. അഞ്ചാമതായി, മാലിന്യ സംസ്കരണം. ഈ പ്രക്രിയ മാലിന്യത്തിൻ്റെ അളവും വിഷാംശവും കുറയ്ക്കുന്നു. സംസ്കരണ രീതികളിൽ പുനരുപയോഗം, കമ്പോസ്റ്റിംഗ്, ദഹിപ്പിക്കൽ, മാലിന്യങ്ങൾ സുരക്ഷിതമായി സംസ്കരിക്കുന്നതിനുള്ള മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടുത്താം. ആറാമതായി, മാലിന്യ നിർമ്മാർജ്ജനം. മാലിന്യ സംസ്കരണ പ്രക്രിയയിലെ അവസാന ഘട്ടം പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്ന രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് ഇത്. ഏഴാമതായി, പുനരുപയോഗവും വിഭവ വീണ്ടെടുക്കലും. മാലിന്യത്തിൽ നിന്ന് വസ്തുക്കൾ പുനരുപയോഗിക്കുന്നതിനും വിഭവങ്ങൾ വീണ്ടെടുക്കുന്നതിനുമുള്ള സംവിധാനം, മാലിന്യ കൂമ്പാരം കുറയ്ക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ. എട്ടാമതായി, പൊതു അവബോധവും വിദ്യാഭ്യാസവും. സമൂഹത്തിൻ്റെ പങ്കാളിത്തവും ഉത്തരവാദിത്വമുള്ള മാലിന്യ നിർമ്മാർജ്ജന സ്വഭാവവും വളർത്തിയെടുക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ശരിയായ മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. ഒൻപതാമതായി, നയസംയോജനവും സഹകരണവും. മാലിന്യ സംസ്കരണത്തിൽ തന്ത്രങ്ങൾ വികസിക്കുന്നതിന് വിവിധ പങ്കാളികൾ, സർക്കാർ ഏജൻസികൾ, ബിസിനസ്സുകൾ, സമൂഹം എന്നിവയ്ക്കിടയിൽ ഏകോപനം ഇതിൽ ഉൾപ്പെടുന്നു. പത്താമതായി, നിരീക്ഷണവും വിലയിരുത്തലും. മാലിന്യ സംസ്കരണ രീതികളുടെ വിലയിരുത്തൽ നിയന്ത്രണങ്ങളുടെ നയങ്ങളും പാലിക്കേണ്ടതുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയുന്നതിനുമായി മാലിന്യ ഓഡിറ്റിംഗ് മുമ്പും സമയത്തും ശേഷവും ഒരു മാലിന്യ ഓഡിറ്റിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് സ്ഥാപനങ്ങളിൽ ശരിയായ മാലിന്യ പ്രോട്ടോക്കോളുകൾ നടപ്പിലാക്കുന്നതിന് സഹായകരമാകും. മാലിന്യ സംസ്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാമോ? മാലിന്യ സംസ്കരണവും മാലിന്യ നിർമ്മാർജ്ജനവും ഇന്ന് നാം നേരിടുന്ന ഗുരുതരമായ പ്രശ്നമാണ്. ശരിയായ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ലെങ്കിൽ അത് വായു മലിനീകരണം, ജലമലിനീകരണം, മണ്ണ് മലിനീകരണം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ പരിശീലനങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും. അതിനായി നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ 3 ഘടകങ്ങൾ ശീലിക്കണം. പുനരുപയോഗം, കുറയ്ക്കുക, റീസൈക്കിൾ എന്നിവയാണത്. ഇന്ന് ആളുകൾ മാലിന്യങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് അശ്രദ്ധരാണ്. അതിനാൽ അവ സംരക്ഷിക്കുന്നതിന് ശരിയായ രീതികൾ ഒന്നുമില്ല. ഈ മാലിന്യ സംസ്കരണ ചർച്ചാ വിഷയത്തിൽ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയും മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ നോക്കുകയും ചെയ്തു. ശരിയായ മാലിന്യ സംസ്കരണം മണ്ണിനെ പോഷിപ്പിക്കുകയും അതുവഴി സസ്യങ്ങളുടെയും മരങ്ങളുടെയും വളർച്ചയെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും ഈ ദിനത്തിൽ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ഇന്ന് ലോക റേഡിയോ ദിനത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുവാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന റേഡിയോ ബെൻസിഗറിനും ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ് റേഡിയോ ക്ലബ് ഇൻചാർജ് ശ്രീമതി വിദ്യ മാമിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന നിങ്ങൾക്കും നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് റേഡിയോ ദിനത്തോടനുബന്ധിച്ച് ബിഷപ്പ് ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗിലെ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച പരിപാടി. സാങ്കേതിക സഹായം ശിവപ്രിയൻ.